അഫ്ഗാനിസ്ഥാനിൽ പാക് ആക്രമണം. താലിബാന്റെ സുപ്രധാന കേന്ദ്രങ്ങളിൽ ബോംബിട്ടു. പാകിസ്ഥാൻ നടത്തിയ വ്യോമാക്രമണത്തിന് തിരിച്ചടിയായി അതിർത്തിയിൽ വൻ സൈനിക നീക്കം ആരംഭിച്ച് അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ സർക്കാർ. പാകിസ്ഥാൻ സൈന്യത്തിന്റെ 15 സുരക്ഷാ പോസ്റ്റുകൾ തങ്ങളുടെ സൈന്യം പിടിച്ചെടുത്തതായും നിരവധി സൈനികരെ വധിച്ചതായും താലിബാൻ വക്താവ് സബീഹുള്ള മുജാഹിദ് അവകാശപ്പെട്ടു. ചില പാകിസ്ഥാൻ സൈനികരെ ജീവനോടെ പിടികൂടിയിട്ടുണ്ട് എന്നും താലിബാൻ അറിയിച്ചു. പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും തമ്മിലൊരു യുദ്ധത്തിന്റെ തുടക്കമെന്ന നിലയിൽ കാണാൻ പറ്റുന്ന സാഹചര്യമാണ് ഇപ്പോൾ അവിടെ സംജാതമായിട്ടുള്ളത്. വലിയ രീതിയിലുള്ള ഏറ്റുമുട്ടൽ നടക്കുന്നു. കഴിഞ്ഞ മാസങ്ങൾക്ക് മുൻപ് നടന്ന ഏറ്റുമുട്ടൽ അത് മറ്റ് അറബ് രാഷ്ട്രങ്ങൾ ഉൾപ്പെടെ ഇടപെട്ടുകൊണ്ടാണ് ഒരു സമാധാന നീക്കത്തിലേക്കും വെടിനിർത്തൽ കരാറിലേക്കുമൊക്കെ എത്തിയിരുന്നത്. അതൊക്കെ മറികടന്നുകൊണ്ടുള്ള വലിയ രീതിയിലുള്ള ഏറ്റുമുട്ടലിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണ്. അനുശ്രീ ന്യൂസ് ഡെസ്കിൽ നിന്ന് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുകയാണ്. അനുശ്രീ, പാകിസ്ഥാന്റെ സൈനിക ക്യാമ്പുകൾക്ക് നേരെയുണ്ടായ ആക്രമണത്തിന് മറുപടി എന്ന നിലയിലാണ് ഇപ്പോൾ അഫ്ഗാനിൽ താലിബാൻ കേന്ദ്രങ്ങളിലേക്ക് പാകിസ്ഥാൻ ഓപ്പറേഷൻ നടത്തിയിരിക്കുന്നത്. എന്തൊക്കെയാണ് ഏറ്റവും ഒടുവിൽ വരുന്ന വിവരം? യുദ്ധത്തിലേക്ക് നീങ്ങുകയാണോ കാര്യങ്ങൾ? രേണുക, യുദ്ധസമാനമായൊരു സാഹചര്യമാണ് ഇപ്പോൾ പാക് അഫ്ഗാൻ അതിർത്തിയിൽ ഉള്ളത് എന്ന് തന്നെ പറയണം. കാരണം കഴിഞ്ഞ ദിവസം നടന്ന ആക്രമണത്തിൽ 15ഓളം സൈനിക പോസ്റ്റുകളാണ് അഫ്ഗാനിസ്ഥാൻ പിടിച്ചെടുത്തിരുന്നത്. അതിൽ നിരവധി പേർ കൊല്ലപ്പെടുന്ന സാഹചര്യമുണ്ടായി. ചില സൈനികരെ ജീവനോടെ തന്നെ പിടികൂടിയിട്ടുണ്ട് എന്നുള്ള റിപ്പോർട്ടുകളൊക്കെ അഫ്ഗാനിസ്ഥാന്റെ ഭാഗത്തു നിന്നും പുറത്തു വന്നിരുന്നു. എന്നാൽ ഇതിലൊന്നും ഒരു കൃത്യമായ സ്ഥിരീകരണം പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. പ്രധാനമായും 2 പ്രവിശ്യകളിലേക്കായിരുന്നു അഫ്ഗാനിസ്ഥാൻ ആക്രമണം അഴിച്ചുവിട്ടിരുന്നത്. അത് കുനാർ പ്രവിശ്യയിലെ നങ്കർഹാർ കുനാർ പ്രവിശ്യകളായിരുന്നു ആ സൈനിക കേന്ദ്രങ്ങൾ. അവിടുത്തെ സൈനിക കേന്ദ്രങ്ങളിലേക്കായിരുന്നു ഈ ആക്രമണം അഴിച്ചുവിട്ടിട്ടുണ്ടായിരുന്നത്. കുനാർ പ്രവിശ്യയിലെ തന്നെ മനാവാര, നരി ജില്ലകളിലായി 5ഓളം സൈനിക പോസ്റ്റുകൾ പിടിച്ചെടുത്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇവിടെ 40ഓളം സൈനികരെ അഫ്ഗാനിസ്ഥാൻ കൊല്ലുകയും ചെയ്തിരുന്നു. അതുപോലെ തന്നെ നങ്കർഹാർ പ്രവിശ്യയിലേക്ക് വരികയാണെങ്കിൽ ദുർബാബെ, ഗോഷ്തെ ജില്ലകളിൽ 7 സൈനിക പോസ്റ്റുകൾ അഫ്ഗാനിസ്ഥാൻ പിടിച്ചെടുക്കുന്ന സാഹചര്യമുണ്ടായി. ഇവിടെ ഏകദേശം 17 പാക് സൈനികരുടെ മൃതദേഹം കണ്ടെടുക്കുകയും ചെയ്തിരുന്നു. അത്തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു പ്രത്യാക്രമണങ്ങളാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. ഈ ആക്രമണത്തിന് പിന്നാലെ തന്നെ പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാനിലേക്കും തിരിച്ചും ആക്രമണം നടത്തിയിരുന്നു. അഫ്ഗാനിസ്ഥാന്റെ തലസ്ഥാന നഗരമായിട്ടുള്ള കാബൂളിലേക്കായിരുന്നു ആക്രമണം നടത്തിയിട്ടുണ്ടായിരുന്നത്. അവിടെ ഏകദേശം 133ഓളം പേരെ പാകിസ്ഥാൻ ഈ ആക്രമണത്തിൽ കൊന്നു എന്നാണ് പാകിസ്ഥാൻ നൽകുന്ന വിശദീകരണം. എന്നാൽ അഫ്ഗാനിസ്ഥാൻ ഇതിൽ ഒരു സ്ഥിരീകരണം ഇതുവരെ പറഞ്ഞിട്ടില്ല. അത്തരത്തിലാണ് ഇപ്പോൾ നിലനിൽക്കുന്ന സാഹചര്യങ്ങൾ. ഇത്തരമൊരു ആക്രമണം ഇപ്പോൾ ഉണ്ടാകാനുള്ള പ്രധാന കാരണം എന്ന് പറയുന്നത് ഫെബ്രുവരി 22-ാം തീയതി പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാനിലേക്ക് ഒരു വ്യോമാക്രമണം നടത്തിയിരുന്നു. അതിന്റെ പ്രധാന കാരണം, ആ ആക്രമണം നടത്താനുണ്ടായ കാരണം എന്ന് പറയുന്നത് അഫ്ഗാനിസ്ഥാനിലെ ഭീകരവാദികളാണ്, അല്ലെങ്കിൽ ഭീകര കേന്ദ്രങ്ങളിൽ നിന്നാണ് പാകിസ്ഥാനിലേക്ക് ഇപ്പോൾ നിരന്തരമായ ആക്രമണങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അവരെ എതിർക്കുന്നതിന് വേണ്ടിയാണ് ഇപ്പോൾ ഇത്തരമൊരു ആക്രമണം അഴിച്ചുവിട്ടത് എന്നാണ് പാകിസ്ഥാൻ ഇതിൽ നൽകിയ വിശദീകരണം. എന്നാൽ അപ്പോഴും അഫ്ഗാനിസ്ഥാൻ പറയുന്നത് ആ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് ഭീകരരായിരുന്നില്ല, നിരവധി സ്ത്രീകളും കുട്ടികളുമായിരുന്നു ആക്രമണത്തിൽ കൊല്ലപ്പെടുന്ന സാഹചര്യം ഉണ്ടായത്. അതിൽ നൽകിയ ഒരു പ്രത്യാക്രമണമായിരുന്നു ഈ കഴിഞ്ഞ ദിവസം ഉണ്ടായത്. അതിൽ നിരവധി ആളുകൾ കൊല്ലപ്പെടുന്ന സാഹചര്യമുണ്ടായി. സൈനിക കേന്ദ്രങ്ങൾ നേരെയായിരുന്നു ആക്രമണമുണ്ടായത്. സൈനിക പോസ്റ്റുകൾ പിടിച്ചെടുക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. ഇപ്പോൾ നിലവിൽ പാകിസ്ഥാൻ സൗദി അറേബ്യയോട് സഹായം അഭ്യർത്ഥിച്ചിരിക്കുകയാണ്. ഇതിൽ ഇനി മുന്നോട്ടുള്ള കാര്യങ്ങളിലേക്കൊക്കെ ഇനിയൊരു തീരുമാനമാകേണ്ടതുണ്ട്. നിലവിലൊരു യുദ്ധസമാനമായ സാഹചര്യം തന്നെയാണ് രേണുക നിലനിൽക്കുന്നത്. അനുശ്രീയാണ് ന്യൂസ് ഡെസ്കിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. യുദ്ധസമാനമായ സാഹചര്യം നിലനിൽക്കുന്നു അഫ്ഗാനും പാകിസ്ഥാനും ഇടയിൽ. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.